നമ്മുടെ നൂർ മോട്ടോഴ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ടൊയോട്ടയുടെ വണ്ടി എടുക്കാൻ ആഗ്രഹിച്ചാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും വരേണ്ട ഒരു സ്ഥലവും അങ്ങ് കൂടിയാണ് നൂർ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിന് മാത്രം വണ്ടിയുണ്ട്. ഇന്നോവ ക്രിസ്റ്റയുടെ ഒരു വമ്പ കളക്ഷൻ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് ഒരു 10-25-30 വണ്ടിയോളം നിലവിൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അത് എല്ലാം തന്നെ കേരളത്തിലേക്ക് പേപ്പറായ വണ്ടികളാണ്. അതുപോലെ തന്നെ കേരളത്തിലേക്ക് പേപ്പറാക്കിയിട്ടുള്ള കച്ചവടം ഇവിടെ ഉള്ളൂ. മാക്സിമം വില കുറച്ച് ക്വാളിറ്റിയുള്ള വണ്ടികൾ നിങ്ങൾക്ക് ഏത് തരത്തിലും ചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അതിലും ഏറ്റവും വലിയൊരു പരിപാടി എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്നത് ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് നേരെ പകുതി പൈസ കൊടുത്ത് എടുത്തുകൊണ്ട് പോകാം. 1-2 ആഴ്ച ഉപയോഗിച്ച് നമ്മുടെ നൂർ മോട്ടോഴ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ടൊയോട്ടയുടെ വണ്ടി എടുക്കാൻ ആഗ്രഹിച്ചാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും വരേണ്ട ഒരു സ്ഥലവും അങ്ങ് കൂടിയാണ് നൂർ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ നൂർ മോട്ടോഴ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ടൊയോട്ടയുടെ വണ്ടി എടുക്കാൻ ആഗ്രഹിച്ചാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും വരേണ്ട ഒരു സ്ഥലവും അങ്ങ് കൂടിയാണ് നൂർ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിന് മാത്രം വണ്ടിയുണ്ട്. ഇന്നോവ ക്രിസ്റ്റയുടെ ഒരു നമ്മുടെ നൂർ മോട്ടോഴ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ടൊയോട്ടയുടെ വണ്ടി എടുക്കാൻ ആഗ്രഹിച്ചാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും വരേണ്ട ഒരു സ്ഥലവും അങ്ങ് കൂടിയാണ് നൂർ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിന് മാത്രം വണ്ടിയുണ്ട്. ഇന്നോവ ക്രിസ്റ്റയുടെ ഒരു വമ്പ കളക്ഷൻ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് ഒരു 10-25-30 വണ്ടിയോളം നിലവിൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അത് എല്ലാം തന്നെ കേരളത്തിലേക്ക് പേപ്പറായ വണ്ടികളാണ്. അതുപോലെ തന്നെ കേരളത്തിലേക്ക് പേപ്പറാക്കിയിട്ടുള്ള കച്ചവടം ഇവിടെ ഉള്ളൂ. മാക്സിമം വില കുറച്ച് ക്വാളിറ്റിയുള്ള വണ്ടികൾ നിങ്ങൾക്ക് ഏത് തരത്തിലും ചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അതിലും ഏറ്റവും വലിയൊരു പരിപാടി എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്നത് ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് നേരെ പകുതി പൈസ കൊടുത്ത് എടുത്തുകൊണ്ട് പോകാം. 1-2 ആഴ്ച ഉപയോഗിച്ചിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വണ്ടി എടുത്താൽ മതി. എന്തെങ്കിലും മേജർ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. മാക്സിമം ലോണ് കാര്യങ്ങളെല്ലാം ചെയ്തു തരും. അപ്പോൾ എന്തായാലും നമ്മുടെ നൂർദീനൊക്കെ ഉണ്ട്. നൂർദീൻകാ സ്വാഗതം. നമസ്കാരം, സ്വാഗതം. തുടങ്ങല്ലേ നമുക്ക്? ക്രിസ്റ്റ ഒരു 10-30 ഉണ്ട്. ക്രിസ്റ്റന്റെ ഒരു ബഹറാണ് നമ്മളെ കടിച്ചിൽ പണ്ടാണെങ്കിൽ കൺഫ്യൂഷൻ ആണ്. അതെ, ആളുകൾക്ക് വരുന്നവർക്ക് കൺഫ്യൂഷൻ ആകുക. അതാണ്. അപ്പോൾ നിങ്ങളൊരു ക്രിസ്റ്റ എടുക്കാൻ ആഗ്രഹിച്ച് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ആ വണ്ടി തന്നിട്ടേ പോവുള്ളൂ. ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. എന്നാൽ പിന്നെ തുടങ്ങാം. കണ്ടീഷനൊക്കെ പക്കല്ല. നിലവിൽ എല്ലാ ഇതൊക്കെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റ എന്ന് പറയുന്ന സാധനം 16-ന് ശേഷമല്ലേ തുടങ്ങിയിട്ടുള്ളൂ. ഇന്നോവന്റെ മാതിരി 2005-2006 ഒന്നും ഇല്ലല്ലോ. അത്യാവശ്യം നിലവിൽ മോശമില്ലാത്ത വണ്ടികൾ. പിന്നെ ക്രിസ്റ്റ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം അത്യാവശ്യം കിലോമീറ്റർ അതുണ്ടാവും. ഓടാനല്ലാതെ ചെങ്ങ ഇത് ഷോക്ക് വെക്കാനും വണ്ടി വാങ്ങും. 10-15 ലക്ഷം റുപ്യ വെച്ചാണ് ഷോക്കേസിൽ വെക്കുന്ന സാധനം നല്ലത്. ഓടാനുള്ള വണ്ടിയാണ്. ഏത് വണ്ടി വാങ്ങണോ ഷോക്കേസിൽ വെക്കണോ ഇത് ലാഭമല്ല. ആദ്യം പഠിച്ചുകൊണ്ട് ഒരു വണ്ടിക്ക് മിനിമം ഒരു കൊല്ലം 10-15,000 റുപ്യ ഇൻഷുറൻസ് വരും. ഇതിന്റെ ടാക്സിന്റെ പിന്നെ കൊല്ലം ഇതിന്റെ ടാക്സിന്റെ നമ്മൾ അടച്ച പൈസ പോവാണല്ലോ. ഇതൊക്കെ പാടെ കൂട്ടി വരുമ്പോ പാത്തക്കണോന്ന് ഇത് ലാഭമല്ല. ശരി, അപ്പൊ കൂടുതലൊന്നും പറഞ്ഞില്ല. ബാക്കി നിങ്ങൾ കണ്ടോളൂ. ഇപ്പൊ കുറെ വണ്ടികൾ കാണിക്കാണ്ടാവുകൊണ്ട് തന്നെ സ്പീഡിൽ പറഞ്ഞു അല്ലെ. കൂടുതൽ എന്ത് ഡീറ്റെയിൽസ് ചോദിച്ചാൽ മതി. നമ്പർ ഉണ്ട്, വെച്ചിട്ടുണ്ട്, മെസ്സേജ് അയച്ചോളൂ. അതിങ്ങനെ മെസ്സേജ് അയക്കൊന്നും വേണ്ട. നിങ്ങൾ ആവശ്യക്കാരൻ ഇങ്ങോട്ട് വന്നാൽ മതി. നമ്മളെന്താ നമ്മളിപ്പോ ഒരുപാട് ക്രിസ്ത്യാനിറ്റി നമ്മളടുത്ത് മാഷാഅല്ലാഹ് പഠിച്ചവന്റെ തോഫീക്കോട് കൂടി തീരലില്ല. അറബിക്കടലിൽ വെള്ളം പറ്റുമ്പോൾ ഇൻഷാഅല്ലാഹ് നമ്മളെ കയ്യിലുള്ള ടൊയോട്ടന്റെ വണ്ടി തീരുള്ളൂ. അതുവരെ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കും. ഇൻഷാഅല്ലാഹ് നിങ്ങൾ പോലത്തെ ആൾക്കാർ വന്നത് കൊണ്ടുപോകുമ്പോഴേ ഇത് സംവിധാനം നടക്കുകയുള്ളൂ. അതാണ്. അപ്പോ വരിക, വന്ന് നോക്കുക. ഏറ്റവും നല്ല അത് തന്നെയാണ്. അപ്പൊ എന്തായാലും ആദ്യത്തെ വണ്ടി തന്നെ നല്ല അടിപൊളി ഒരു മുന്തിരി കളർ വണ്ടി 2016 മോഡലാണ്. G4 ആണ്, റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 1,64,000 കിലോമീറ്റർ ആണ് ഇതിനുള്ളത്. സെക്കൻഡ് ഓണർ വണ്ടി. ഒന്നുമില്ല, മേജറും കാര്യങ്ങളൊന്നുമില്ല. വില നമുക്ക് 12,50,000 റുപ്യന്റെ വണ്ടിയാണ്. ഒരു 12,000 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഒരു 80% ലോൺ കിട്ടും. നിങ്ങൾ നല്ല പ്രൊഫൈലൊക്കെ ഉണ്ട്, 10 മേലെ കിട്ടുള്ളൂ. ഇത് ഗ്രാനൈറ്റ് ഗ്രേ കളർ സെറ്റ് അല്ല. ഇതും G4 മാനുവൽ തന്നെ. 2017 വണ്ടി. ഹെഡ്ലൈറ്റ് മാറിയതാട്ടോ. ഹെഡ്ലൈറ്റ് വി ടൈപ്പിലേക്ക് മാറിയതാ. വീക്ക് സെറ്റിക്ക് മാറ്റിയ വണ്ടിയാണ്. പിന്നെ G4 മാനുവൽ ആണ്. G4 മാനുവൽ കിലോമീറ്റർ 1,66,000 കിലോമീറ്റർ. ഒറ്റ ഓണർഷിപ്പ് വണ്ടി. ഇപ്പൊ നമ്മളിപ്പോ നിങ്ങൾ ആ കാണുന്ന ഇന്റീരിയറിലെ ഒരുവിധം എല്ലാ വണ്ടിയും സെയിം ആണ്. അപ്പൊ ഞാൻ എല്ലാം കൂടി കാണിച്ചെന്ന് ഒരുപാട് സമയം. അതായത് ഇപ്പൊ ഈ കാണുന്ന തന്നെയാണ് എല്ലാ വണ്ടിയും, ഒരു മാറ്റവും ഇല്ല. അപ്പോ ഏത് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിലും ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ ബാക്കി ബോഡി വൈസ് ഒക്കെ ഒരു സിംഗിൾ സ്ക്രാച്ചും ഇല്ല എന്നുള്ള ഗ്യാരണ്ടിയാണ്. അത് നമ്മൾ ആ മട്ടത്തിൽ ചൊറുക്കാക്കിയിട്ട് ഡെന്റിങ്, പെയിന്റിങ്, സർവീസിംഗ്, പോളിഷിംഗ്, AC, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഫുള്ള് പണിയിച്ച് കുട്ടപ്പനാക്കി സ്വാഭാവികമായും സ്ക്രാച്ചസും ഡെന്റൊക്കെ ഉണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് മറിച്ച് വെക്കൊന്നുമില്ല. വന്ന് ചെക്ക് ചെയ്യാം. തുറന്ന കിതാബ്. അതിലൊന്നും നമുക്ക് ഒളിമാറിയൊന്നുമില്ല കാര്യങ്ങൾ. 17 G4 ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള ഒറ്റ ഓണർ വണ്ടി. വില എന്ന് പറഞ്ഞാൽ വമ്പം വിലക്കുറവ് തന്നെ. 14 ലക്ഷം റുപ്യക്ക് ഒറിജിനൽ കേരള വണ്ടി കൊടുക്കാം. പേപ്പർ ആയതൊന്നും അല്ല, ഒറിജിനൽ കേരള വണ്ടി. അതെ. പിന്നെ ഇനി പേപ്പറായി എന്ന് പറയണ്ട. നമ്മൾ ഈ പറയുന്ന വില ഒന്നും NOC വില ഇല്ല കേട്ടോ. അതിനോട് അതാ പ്രത്യേകം പറയാനുള്ളത്. ജനങ്ങൾ എല്ലാം കമ്പയർ ചെയ്തിട്ടോ. ഇതെന്താ വിചാരിച്ചേ, ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ആളെ ഒന്നും വരേണ്ട ആവശ്യമില്ല. NOC റേറ്റ് ഒക്കെ പറയുന്നത് നമ്മൾ പറയുന്ന 1 ലക്ഷം റുപ്യ കൂട്ടിയിട്ടൊക്കെ പറയുന്ന ആളുകളുണ്ട്. എത്ര ക്വാളിറ്റി ആണ്. ഒരു പഞ്ചാബിന്റെ പൊന്നൊന്നും ഇതിന്റെ ഡാഷ്ബോർഡിലാരും വെച്ചൊക്കൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, നമുക്കൊരു ട്രാക്ക് ഉണ്ട്, നമ്മൾ വന്നൊരു വയ്യുണ്ട്. ആ വയ്യ നമ്മൾ മറക്കാൻ പാടില്ല. ഏറ്റവും നല്ല വിലക്ക് ബെസ്റ്റ് പ്രൈസ് കൊടുത്ത ആൾക്കാർ ഇവിടെ കറക്റ്റ്. അതാണ് അതിന്റെ പോയിന്റ്. ഈ പറഞ്ഞ പോലെ അത് പലരും വിൽക്കുന്നത് വണ്ടിന്റെ മോഡല്, കിലോമീറ്റർ, അങ്ങനെ പല
അതെ 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 അതെ. അപ്പൊ ഇതിപ്പോ ഏതാ മോഡൽ പറഞ്ഞത്? ഇത് 2016 മോഡൽ Z ഓട്ടോമാറ്റിക് 153 ഓടിയ രണ്ടാമത്തെ ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ ജെനുവിനാ? ഓ ഗ്യാരണ്ടി പറയാം, ഇതൊക്കെ Z ഓട്ടോമാറ്റിക് വണ്ടിയല്ലടാ. Z ഓട്ടോമാറ്റിക് എന്താ കിലോമീറ്റർ? അങ്ങനെയല്ല, നമ്മൾ അല്ലാത്ത എല്ലാം തന്നെ പറയണം. ഇത് ഇസ്ലാംകാരും ഇമാങ്കാരും ഒന്നും അല്ല, കാര്യങ്ങൾ നമ്മൾ വെട്ടി തുറന്ന് പറഞ്ഞു കൊടുത്താൽ കറക്റ്റ് പ്രോപ്പർ സർവീസ് അല്ലെങ്കിലും ജെന്യൂൻ കിലോമീറ്റർ എല്ലാമായി. ഇതിപ്പോ ഇത് 50 കമ്പനി കയറി, പിന്നെ 60 70 കയറിയില്ല, പിന്നെ 80 കയറുമ്പോ അതിനകത്ത് സർവീസ് ഇല്ല എന്നാണോ? പ്രോപ്പർ സർവീസ് ഉണ്ടോ എന്ന് വെച്ചാൽ പ്രോപ്പർ കിലോമീറ്ററിൽ എല്ലാ കിലോമീറ്ററിലും കയറിയിട്ടുണ്ടോ എന്നാണ്. അതില്ലല്ലോ. അത് ഒരു 90% വണ്ടികളും പ്രോപ്പർ കിലോമീറ്റർ ആണെന്ന് ഞാൻ ഗ്യാരണ്ടി പറയും. കിലോമീറ്റർ ഓക്കെ, അത് നിങ്ങൾ പറയുന്നത്. അതെ, പിന്നെ പ്രോപ്പർ സർവീസ് ഇല്ല. പ്രോപ്പർ സർവീസും ഉണ്ട്. അങ്ങനെ സർവീസ് ഇല്ലാതെ സർവീസ് ചെയ്യാതെ ഈ വണ്ടി കൊണ്ടെടുക്കാൻ പറ്റുമോ? എന്ത് വർത്താനം ജി പറയില്ലേ? അല്ലല്ല, ഏത് വണ്ടി ആയാലും 10,000 കിലോമീറ്റർ നമ്മൾ ബെസ്കുമ്പോ ഞാൻ എനിക്ക് ഉച്ചക്ക് ബിരിയാണി വാങ്ങി തന്നില്ല, ബെസ്കുമ്പോ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മാതിരി 10,000 കിലോമീറ്റർ ഓടുമ്പോൾ എല്ലാ വണ്ടി സർവീസ് ചെയ്യും. സർവീസ് ചെയ്യാതെ ഒരു വണ്ടി നാട്ടിൽ ഓടാൻ പറ്റൂല. ഷോറൂമിൽ കയറ്റി സർവീസ് ചെയ്തിട്ടുണ്ടോ? ഷോറൂമിൽ കയറ്റി ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി ഹിസ്റ്ററി ഉണ്ടാവും, ഇല്ലെങ്കിൽ ഹിസ്റ്ററി ഉണ്ടാവില്ല എന്നുള്ളൂ. ഒന്നും പറയില്ല. അല്ലല്ല, അങ്ങനെയല്ല. അത് അല്ല, അങ്ങനെ ന്യായീകരിക്കരുത്. നമ്മളെന്താ പറയാ, നമ്മളെ പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത്, എല്ലാ വണ്ടിയും 10,000 കിലോമീറ്ററിൽ സർവീസ് ചെയ്യാതെ ഒരു വണ്ടി ഓടൂല. ഇൻ കേസ് ഇവിടെയൊക്കെ കൊണ്ടുവരുന്ന വണ്ടികൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഓയിൽ ഗേജ് ഒന്ന് വലിച്ചു നോക്കുമ്പോൾ ഓയിൽ മാറ്റാനാണെങ്കിൽ ഞാൻ ടയോട്ട ഷോറൂമിൽ കൊണ്ടുപോകില്ല, എന്റെ വർഷാപ്പിൽ നിന്ന് ഞാനത് മാറ്റി കൊടുക്കും. ബേസിക്കലി പറഞ്ഞത് എല്ലാം സർവീസ് ചെയ്യാണ്ട് ഓടൂല സംഭവം, പക്ഷേ പ്രോപ്പർ ആയിട്ട് ഷോറൂമിൽ കയറി സർവീസ്. അതെ, പിന്നെ ഇപ്പൊ അങ്ങനെ ഒക്കെ പാടെ ചോദിച്ചാൽ നമ്മളോട് സെക്കൻഡ് വണ്ടിന്റെ കച്ചവടം നല്ല നാട്ടിൽ കഴിയൂല. ഇതിപ്പോ 16 Z ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നമുക്ക് എന്ത് ചെയ്യാം, 15,75,000 ഉറുപ്പിയാണ് ന്യായമായിട്ട് നമുക്ക് കൊടുക്കാം. നെഗോഷ്യബിൾ ആയി കൊടുക്കും. വന്ന് വണ്ടി കാണാൻ, വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടാൽ നേരെ പൈസ കൊടുക്കുക, കൊണ്ടുപോകാം, ഉപയോഗിക്കുക, എങ്ങനെയുണ്ട് നോക്കിയിട്ട് മാത്രം എടുത്താൽ കേട്ടോ. അതെ, അത് കല്യാണത്തിനൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചു കൊണ്ടു കൊടുക്കും. അല്ല, അതൊക്കെ നമ്മൾ ആളെ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ തിരിയും. നമ്മളിപ്പോ എന്താ വെച്ചാൽ, ഞാൻ സ്കൂളിൽ എന്നോടൊരു സംഗതി പറഞ്ഞുതരാം. ഇജ്ജ് 10ാം ക്ലാസ്സിൽ 10 കൊല്ലം പഠിച്ചിട്ടുണ്ടാവും, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ച 12 കൊല്ലം ഇരുന്നിട്ടാണ്, അത്ര കൂട്ടിയാൽ മതി പോരെ. അതിന്റെ ഒരു എക്സ്പീരിയൻസ്. അതെ, ഇത് 2020 മോഡൽ ഒറിജിനൽ കേരള വണ്ടി. 4 ടയർ പുതുപുത്തൻ വണ്ടി എന്ന് പറഞ്ഞാൽ ആ പുതുമ വിട്ടിട്ടില്ല. ഇപ്പോഴും എന്താ പറയുക, ഡോറൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഉള്ളിൽ ആ പുതുമ വിടാത്ത വണ്ടിയാണ്. 2020 മോഡൽ, സെക്കൻഡ് ഓണർ, 80,000 കിലോമീറ്ററുടെ പ്രോപ്പർ സർവീസ്. നേരത്തെ ചോദിച്ച സംഗതി ഉള്ള വണ്ടി. 10 അടിപൊളി. അതായത് ചിലത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ കണ്ടീഷൻ എന്താന്നുള്ളത്. റീപ്ലേസ് ഒന്നുമില്ലല്ലോ. ഇല്ലല്ലോ, ഒരു സീറോ ക്ലെയിം. വണ്ടിക്ക് ക്ലെയിം ഉണ്ടാകുന്ന വണ്ടി വെറുതെ തരും. 2020 വണ്ടി 20 സെക്കൻഡ് ഓണർ, 80,000 കിലോമീറ്ററുടെ വണ്ടി. G4 ആണ്, മാനുവൽ ആണ്. G4 പ്ലസ്. ഇത് നമുക്ക് 19,000 ഉറുപ്പിക, നമുക്ക് 19 ഉറുപ്പിക കൊടുക്കാം. 20 മോഡൽ ഉണ്ട്. 20 മോഡൽ ഉണ്ട്. 20 മോഡൽ. അത് ഒറിജിനൽ കേരള. ഇത് 2022 മോഡൽ. 22 മോഡൽ. 22 വണ്ടിയിൽ ഡയമണ്ട് കട്ട് വീലൊക്കെ കമ്പനി വരുന്നതാ. അതുപോലെ തന്നെ 4 പുത്തൻ ടയർ ഉണ്ട്. ഇത് മാനുവൽ അല്ലേ? മാനുവൽ, പിന്നെ G4 പ്ലസ് തന്നെ പറയാം. സെക്കൻഡ് ഓണർ ആണ്. അതെ, അപാകതകളൊന്നുമില്ല. കിലോമീറ്റർ ഇഞ്ച് പറഞ്ഞ അതേ കണ്ടീഷൻ ആണ്. പ്രോപ്പർ സർവീസ് അല്ലെങ്കിലും പ്രോപ്പർ കിലോമീറ്റർ ആണെന്ന് ഞാൻ അവകാശപ്പെടും. 1,30,000 കിലോമീറ്റർ ജെന്യൂൻ ആണ്. എല്ലാ 10-ലൊന്നും കമ്പനി കയറിയിട്ടില്ല, പക്ഷെ അതിന്റെ ഇടയ്ക്ക് 1-2 വിട്ടും ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം സർവീസ് ഇല്ല എന്നുള്ളതല്ല. മേജർ ആക്സിഡന്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കിലോമീറ്റർ ജെന്യൂൻ ആണെന്നാണ് പറയുന്നത്. കറക്റ്റ് കമ്പനി കയറിയിട്ടില്ല, പക്ഷെ സർവീസ് ചെയ്താണ്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഇതൊരു പ്രൊഫൈൽ ഉള്ള ആളാണെങ്കിൽ ഫുള്ള് ലോൺലി വണ്ടി ഞാൻ കൊടുക്കും. സീറോ ക്ലെയിം ആണ്. ഓൾക്ക് അറിയണ ഏത് കുതാമല വർഷാപ്പിലും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. പ്രൊഫൈലിന്റെ കേസ് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ GST ചെയ്യണം. GST ഒന്നും വേണ്ട, അതൊന്നും വേണ്ട. ആധാർ കാർഡ്, പാൻ കാർഡ്, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, നീതി സീറ്റ്, മോശമില്ലാത്ത 2 ഒരു ബാർപ്പിന്റെ പേര് ഉണ്ടെങ്കിൽ ലോൺ നമുക്ക് ബാങ്കുകാരുണ്ട്. ഇവിടെ 2 ആൾക്കാർ വണ്ടിക്ക് നമ്മൾ 19 ഉറുപ്പിക ചോദിച്ചാൽ നമുക്ക് 18,500 ഉറുപ്പിക കൊടുക്കാം. 18,500 ഉറുപ്പിക ലോണും വാങ്ങി കൊടുക്കും. 20 വണ്ടിക്ക് നിങ്ങൾ 19 ഇത് റീ വണ്ടി അല്ലേ ഭായി? റീ വണ്ടി അല്ലേ? ടൈമ കണ്ടില്ല, വണ്ടിന്റെ രജിസ്ട്രേഷൻ ഡേറ്റ് ഇതാ, MH01DK 7804 നമ്പറായ വണ്ടി കേൽപ്പത്ത് BN 0808. അതാണ് ഈ റീന്റെ വ്യത്യാസം. 22 വണ്ടി നിങ്ങൾക്ക് 20-നേക്കാൾ വില കുറച്ച് കിട്ടും. വണ്ടിന്റെ ക്വാളിറ്റി നോക്കി അത് റീ ആയതുകൊണ്ടാട്ടോ. മോശമൊന്നുമില്ല, കണ്ടീഷൻ നല്ല കണ്ടീഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഈ കിടക്കുന്നതാണെങ്കിലോ, ഇത് 2016 G4 ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വണ്ടി. G4 ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള. നോക്കിയ വില 1,63,000 കിലോമീറ്റർ ഓടിയ വണ്ടി. മേജർ ആയിട്ട് പറയേണ്ട റീപ്ലേസ് ഒന്നുമില്ല. ഇതിന്റെ ഒരു ക്വാർട്ടർ പാനൽ, അതായത് മേജർ കേസ് അല്ല, ബാക്കിൽ ഒരു ക്വാർട്ടർ പാനൽ, ഒരു ടൈലാമ്പൊക്കെ കമ്പനിയിൽ തന്നെ മാറി. അതൊന്നും പറയത്തക്ക സംഗതികളല്ല. ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ 15 ഉറുപ്പിക നെറ്റ് കിട്ടിയാൽ കൊടുക്കാന്നുള്ള നമ്മളെ ആഗ്രഹം. ഒറിജിനൽ കേരളയാണ്. 16 ആണ്. G4 ഓട്ടോമാറ്റിക് ആണ്. അതെ, അതും ഈ പറഞ്ഞ 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ കിട്ടും. അതെ അതെ. ഇതാണെങ്കിലോ, ഇത് 19 G+ എന്ന് തന്നെ പറയാം. 19 G+ ആണ്. 2,70,000 കിലോമീറ്റർ പ്രോപ്പർ കിലോമീറ്റർ എന്നും പറയാം. അതായത് 2019 മോഡൽ 270 ഓടിന്റെ കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട്.
പിന്നെ എന്താ വില? 14 റുപ്യ നമ്മൾ ആസ്ക് ചെയ്യും, ന്യായമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കും. 19 വണ്ടി പേപ്പർ ആക്കിയ വില, പേപ്പർ ആക്കി രണ്ടാമത്തെ ഓണർ 15 ലക്ഷം റുപ്യ IDV ഇൻഷുറൻസ് ഉള്ള വണ്ടി, അതും ഒരു വർഷത്തെ ഇൻഷുറൻസ്, ഒരു വർഷത്തെ 365 ദിവസം. 14 റുപ്യ നിങ്ങൾ ആലോചിച്ച് എവിടെയും കിട്ടുമെന്നുള്ളത് വന്ന് വണ്ടി 1,96,000 റുപ്യ ടാക്സ് നടക്കണം ഈ വണ്ടിക്ക് കേരളത്തിൽ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ. ഇതൊന്നും ചെയ്യാണ്ടെങ്കിൽ ബിസ്മിൻ ജല്ലി താക്കോല് വാങ്ങിയിട്ട് എണ്ണ അടിച്ചാൽ പോയാൽ മതി, നിങ്ങൾ വേറെ ഒന്നും അതിന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതെ, ഇത് 2018 G4 റീ വണ്ടി, 18 G4 ആണ്. 18 G4 പ്ലസ് റീ വണ്ടിയാണ്. നമ്മൾ 14 റുപ്യ ചോദിക്കും, നമുക്കൊരു 13,500 റുപ്യക്കൊക്കെ കൊടുക്കാം. എന്തെങ്കിലും പൊട്ടിച്ച് 5 നമ്മൾ ചെയ്തു കൊടുക്കും. ഇവിടെ വരിക വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് ഒരു നല്ല ക്രിസ്റ്റന്റെ കണ്ടീഷൻ ചെയ്യേണ്ടില്ല. നമ്മൾ മുന്തിരി കളർ കാണിച്ചു, ഗ്രേ കളർ കാണിച്ചു, ബ്രൗൺസ് കാണിച്ചു, വൈറ്റ് കാണിച്ചു, സിൽവർ കാണിച്ചു. അതായത് ടയോട്ട അമാന ടയോട്ട അല്ല സോറി ടയോട്ടക്കാര് ടയോട്ട കിർലോസ്കർ ഇറക്കിയ ഒരുവിധം കളറൊക്കെ ഇപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് 2016 ഒറിജിനൽ കേരള വണ്ടി, 16 ഒറിജിനൽ കേരള, വീലൊക്കെ ഒന്ന് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്, നല്ല നീറ്റാണ്. 170 ഓടിയ വണ്ടി, കറക്റ്റ് ഹിസ്റ്ററി ആണ്. ഇതും കറക്റ്റ് ഹിസ്റ്ററിയാണ്. ഇത് 2023 ലാസ്റ്റ് കമ്പനിയിൽ നിന്ന് സർവീസ്, പിന്നെ 3 കൊല്ലം പുറത്തുനിന്നാണ് സർവീസ്. അതിന്റെ അർത്ഥം സർവീസ് ഇല്ല എന്നുള്ളതല്ല. കിലോമീറ്റർ ജെനുവിനാണ്. അതെ, അതന്നെ ഇപ്പൊ പറഞ്ഞു. 130 കമ്പനി സർവീസ് ഉണ്ട്. 3 കൊല്ലമായിട്ട് 170 ഓടി, 40,000 കിലോമീറ്റർ തന്നെ ഒരു കൊല്ലം കൊണ്ട് ഓടുള്ളൂ എന്ന് എന്റെ അറിവ്. അപ്പൊ എന്തായാലും 170 ജെന്യൂൻ കിലോമീറ്റർ. ശരി, നിങ്ങൾ വരെ വന്ന് ചെക്ക് ചെയ്യാം. അതെ, വില എത്ര വരും? വില നമുക്ക് ന്യായമായിട്ടുള്ള വില 14.25 റുപ്യാണ് 14 കൊടുക്കുക. ഒറിജിനൽ കേരള വണ്ടി 16 ഒറിജിനൽ കേരള വണ്ടി. ഞാൻ എന്തായാലും പൊട്ടിച്ചു കൊടുക്കാം, വിലയിൽ നിങ്ങൾ പ്രശ്നമാക്കാം. കേരള എന്ന് പറയുന്ന സംഗതി നിങ്ങൾ അങ്ങോട്ട് വിട്ടേക്കിട്ട് റീ എടുക്കാൻ ഏറ്റവും ലാഭം. നല്ല വണ്ടി നോക്കി. അല്ല, അത് ജനങ്ങൾക്ക് എന്താ പറയുക, ചില ആളുകൾക്ക് ഇപ്പൊ വെജിറ്റേറിയൻ ഹോട്ടലിൽ തന്നെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട്. ഓർക്ക് എന്താ നോൺ വെജിൽ പോയാലും വെജ് കിട്ടൂലേ? അത് കിട്ടും. അത് പറ്റൂല ഒരിക്കലും. അപ്പൊ അങ്ങനത്തെ നമുക്ക് ചില ആളുകൾക്ക് കേരള വണ്ടി തന്നെ വേണമെന്ന് നിർബന്ധമാണ്. അങ്ങനത്തെ നമ്മളിത് കൊടുക്കും. അല്ല, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാ വീഡിയോയിലും പറയില്ല, എന്നോട് പറയല്ല, നമ്മൾ ജാതി മതം നോക്കണം, മനുഷ്യന്റെ ഹൃദയത്തേക്ക് നോക്കുക. ഹൃദയം നന്നോ വണ്ടി എടുക്കാം. അല്ല, അത്ര നമ്മൾ കൂട്ടാനുള്ള അതിൽ കുറെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് 2018 വണ്ടി തന്നെയാണ്, ഒറിജിനൽ കേരള വണ്ടി. പിന്നെ 2.8G ഓട്ടോമാറ്റിക് ആണ്. 18 മോഡല്, 19 രജിസ്ട്രേഷൻ, രണ്ടാമത്തെ ഓണർ, ഒറിജിനൽ കേരള വണ്ടി. വില നമ്മൾ 18 റുപ്യൊക്കെ ചോദിച്ചു, നമുക്കൊരു 14.25 റുപ്യ ഇട്ടാലും കൊടുക്കാം. 18 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക്കിന് 2.8G ഓട്ടോമാറ്റിക്. അതെ, ഓട്ടോമാറ്റിക്കിന് 17.25 എന്ന് പറയുമ്പോൾ കേരള വണ്ടി ആയതുകൊണ്ടാണ് നോക്കിയിട്ട് വേണം എടുത്തോളൂ. അതെ അതെ. ഇതാണെങ്കിലോ ഇതും അതുപോലെ തന്നെ 2018 വണ്ടിയാണ്. 2018 G4 ആണ്, റീ വണ്ടിയാണ്. ഇത് നമ്മൾ 14 റുപ്യ ചോദിച്ചു, ഒരു 13.5 റുപ്യൊക്കെ നമുക്ക് കൊടുക്കാം. 18 റീ, ഇത് മാനുവൽ അല്ലേ? മാനുവൽ വന്ന വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കാൻ കേരള ഇതുമായിട്ടുള്ള. അതെ അതെ, അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, 2 ലക്ഷം റുപ്യന്റെ മാറ്റം കേരളയും റീയും തമ്മിലുണ്ടാവും. സ്വാഭാവികമാണ്. അല്ലെങ്കിൽ പിന്നെ അർത്ഥമല്ലല്ലോ. ഇതും അതുപോലെ തന്നെ 2017 വണ്ടി 1.18 ഓടിയിട്ടുള്ളൂ. റീ വണ്ടിയാണ്. പക്ഷെ ഇത് 1.18 ഓടി വമ്പൻ സർവീസ് ആണെന്നാ പറഞ്ഞത്. കറക്റ്റ് സർവീസ് ആണെന്നാ പറഞ്ഞത്. സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വില വരുന്ന സാധനം കേട്ടോ. നമുക്ക് എന്താ വില? അത് എല്ലാ വണ്ടിയിലും നോക്കിയാൽ നമ്മൾ അത്യാവശ്യം ചെയ്യാൻ പറ്റിയ എല്ലാ സംഗതി എല്ലാ വണ്ടിയിലും ചെയ്യും. സെപ്പറേറ്റ് പോയി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരുവിധം എല്ലാ വണ്ടിയിലും കംപ്ലീറ്റ് കൂളിംഗ് ഒക്കെ 90% വണ്ടി നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്യണം. ഈ പഴയ മൂന്ത കാണുമ്പോൾ ചിലവർക്ക് പറ്റൂല. അങ്ങനെ അല്ലല്ല, അപ്പൊ നമ്മളൊരു കൂളിംഗ് അടിക്കണമെങ്കിൽ 13,000 രൂപ. അതെ, നമ്മളെ നോക്കിയാൽ ഒരു വണ്ടിയിൽ നോക്കിയാൽ ഫേസ് ലിഫ്റ്റ്, പിന്നെ ഡോർ ബീഡിങ്, ഡോർ വൈസർ, വീൽ ആർച്ച്, കാച്ച് കവർ, റൂഫ് റെയില്, സീറ്റ് കവർ, ആൻഡ്രോയിഡ്, ഇതൊക്കെ പാടെ ചെയ്യുമ്പോൾ മിനിമം 50 റുപ്യന്റെ മുകളിൽ വരും. ഈ പറയുമ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ കഷ്ണത്തിന് 16,000 രൂപ വിലയല്ലേ? എത്ര 25,000 റുപ്യ ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പൈസ. നമുക്ക് അതിന്റെ സെപ്പറേറ്റ് കച്ചവടമല്ലേ, നമ്മൾ മൊത്തം വാങ്ങിയിട്ട് ചെയ്യലല്ലേ ഉള്ളൂ. നമ്മൾ ഫുൾ സെറ്റ് അല്ലേ മാറ്റുക. ഫുൾ സെറ്റ് മാറ്റുമ്പോ എന്തായാലും 25 റുപ്യ ആവും. 17 വണ്ടി. അതെ, ഇത് നമ്മൾ 13.5 റുപ്യ ചോദിച്ചു, ന്യായമായിട്ട് എന്താ ചെയ്തു കൊടുക്കാം. ഇനി നേരെ ബാക്കോട്ട് വരുന്ന സമയത്ത് ഒരു 3-4 വണ്ടി കൂടി കാണിച്ച് വീഡിയോ അവസാനിപ്പിക്കാം. നല്ല അടിപൊളി ഒരു സിൽവർ കളർ വണ്ടി കിടപ്പുണ്ടല്ലോ, ഇതേതാ മോഡല്? ഇത് Z ഓട്ടോമാറ്റിക്. അടിപൊളി സെറ്റ് ഓട്ടോമാറ്റിക് ആണ്. 2.8 സെറ്റ് ഓട്ടോമാറ്റിക്. 2.8 Z 2016 മോഡൽ, 1.48 പ്രോപ്പർ കിലോമീറ്റർ. അപാകത എന്ന് പറയാനൊന്നുമില്ല, ഒരു ബോണറ്റ് മാത്രം റീപ്ലേസ്മെന്റ് വേറെ ഒന്നുമില്ല. വില നമുക്ക് 16.25 റുപ്യാണ്, ന്യായമായിട്ട് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാം. അത് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം കുറയ്ക്കാനുള്ള അങ്ങ് അറ്റം കുറച്ച് തരും. അതെ, അടുത്തത് ഇതാണെങ്കിലോ? ഇത് 2017 G4 ഓട്ടോമാറ്റിക്. ഗ്രേ കളറിലുള്ള ഗ്രാനൈറ്റ്. 16 G4 ഓട്ടോമാറ്റിക്. 1.48 ഓടിയിട്ടുണ്ട്. പിന്നെ തേർഡ് ഓണർ. അപ്പൊ അതൊന്നുമില്ലല്ലോ. ഇല്ല, അപാകതകളൊന്നുമില്ല ഈ വണ്ടിക്ക് പറയത്തൊക്കെ. ഇത് കണ്ടോ, അതൊക്കെ വന്ന ജെന്യൂൻ ഒറിജിനാലിറ്റി മോഡലാട്ടോ. വണ്ടി മറിച്ചൊന്നും ചെയ്തില്ല, വണ്ടികൾക്ക് നമുക്ക് ചെയ്തും കൊടുക്കാം. ഒറിജിനൽ ഷേപ്പാണ്, ഒറിജിനാലിറ്റി. മെയിൻ ക്ലാസ് മുതൽ ഒന്നും മാറിയിട്ടില്ല. ഇല്ല, ഇത് നമ്മൾ 14.5 റുപ്യ ന്യായമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. 16 G4 ഓട്ടോമാറ്റിക്. അതെ, അതൊക്കെ എന്തായാലും ചെയ്യുന്ന ഉറപ്പന്നെ. അടിപൊളി സിൽവർ വണ്ടി ഉണ്ടല്ലോ. ഇത് 2017 തന്നെയാണ് G4 മാനുവൽ ക്രിസ്റ്റ. 1.60 സെക്കൻഡ് ഓണർ വണ്ടി. ഇത് നമ്മൾ 13 റുപ്യ ചോദിക്കും, ന്യായമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ
കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ആകപ്പാട് ഭ്രാന്തായില്ലേ മൊത്തത്തിൽ എല്ലാം കൂടി കേട്ടിട്ട്? അല്ല, ഇത് നമ്മളെ അടുത്തേക്ക് വരുമ്പം തന്നെയുള്ള കൺഫ്യൂഷൻ അതാ. അങ്ങനെ ഉണ്ടല്ലോ, ഏത് എടുക്കും പല കസ്റ്റമറും ഞമ്മക്കാണ്. ശരിക്കും തരങ്ങള് ഒരു 4 വണ്ടിയെ പാടുള്ളൂ, അത് നിങ്ങൾ വേണമെങ്കിൽ എടുത്തോളി എന്ന് പറയാനേ പറ്റുള്ളൂ. പക്ഷെ ഇത് തോനെ കാണുമ്പോൾ തന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ഒരാള് വന്നാല് വേറൊരു സ്ഥലത്ത് പോയി തപ്പണ്ട, 10 ഷോറൂമിൽ തപ്പണ വണ്ടി ഇവിടെ. അതെ, അതാണ് അതിന്റെ സത്യം. നമ്മളെന്താ പറയുക, എലി പിന്നെ നെല്ല് പിന്നെ 10,000 എലി വയനാട്ടിൽ നിന്ന് വരും എന്ന് പറഞ്ഞ മാതിരി വരുന്നവർക്ക് വയനാട്ടിൽ നിന്ന് വന്നാൽ അല്ല, അങ്ങനല്ല വയനാട്ടുകാർ അല്ല, നമ്മളാളെ പറയാൻ പാടില്ല. മൊത്തത്തില് ഇത് 17 മോഡൽ 17 G4 ഓട്ടോമാറ്റിക് 1.24 ജെന്യൂൻ കിലോമീറ്റർ ഉള്ള വണ്ടി. അതെ, ഇത് നമുക്ക് എന്താ 14,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 14,000 രൂപയ്ക്ക് കൊടുക്കാം. വണ്ടിമേൽ ഒരു സിംഗിൾ സ്ക്രാച്ച് പോയില്ല എന്നുള്ള. അല്ല, അതെന്താരോ ഇത്രയും തിരക്കിൽ ഓടുന്ന വണ്ടി സ്ക്രാച്ച് ഉണ്ടാവില്ല എന്നൊന്നും നമ്മൾ പറയില്ല. ചെയ്യാനുള്ളതൊക്കെ മൊത്തം നിലവിൽ ഇവിടെ കിടക്കുന്ന ഒരു വണ്ടിയിലും ഇല്ല. അതെ അതെ, നമ്മൾ മാക്സിമം എന്താരോ ഇത് എന്തെങ്കിലും കാട്ടി, ഞാനോട് പറഞ്ഞില്ല ഭാര്യ തേക്കാൻ പറ്റൂല, ചെയ്യണത് വളരെ വൃത്തിയിലും വ്യക്തതയിലും. ഒരാൾക്ക് ഇപ്പൊ വീട്ടിൽ എടുത്തോണ്ട് പോകുമ്പോ അയ്യോ അവിടെ സ്ക്രാച്ച് ഇവിടെ അടിയടാന്ന് ഒരാൾ ഇത് കണ്ടിട്ട് പറയരുത്. അതാണ് അതിന്റെ സത്യം. നല്ല കിടിലൻ വണ്ടിയാണെന്നുള്ള എല്ലാവരും പറയുള്ളൂ. പിന്നെ ഇപ്പൊ എത്ര സെക്കൻഡ് ഹാൻഡ് വണ്ടിയാലും തല ഇത് എടുക്കാൻ വരുന്ന പുതിയ പെണ്ണ് കിട്ടണ മാതിരി ഓൻ ആ പുതിയ വണ്ടി ഷോറൂമിൽ ഇറക്കണ കണ്ടീഷനിൽ ഗാംഭീര്യത്തിലാണ് നമ്മളെ അടുത്തേക്ക് വരും. അപ്പൊ അവൻ എന്ത് ചെയ്യാൻ പാടില്ല, ഗാംഭീര്യത്തിൽ ഇറക്കി കൊടുക്കും. അതേ ഗാംഭീര്യത്തിൽ നമ്മൾ ഇറക്കി കൊടുക്കും. അപ്പൊ ഇത് 2018 ആണ്, 1.42 ഓടിയിട്ടുണ്ട്. G4 ആണ് സെക്കൻഡ് ഓണർ വണ്ടി. 13,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 18 വണ്ടിയാണ്. 18 വണ്ടിയാണ്. ഇതാണെങ്കിലോ ഇതും 2018 സിൽവർ വണ്ടി. പക്ഷേ 2.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ അങ്ങനെ ഓടിയ കണക്ക് പറയണ്ട, അതൊക്കെ അതിന്റെ ആൾക്കാർ എണ്ണ അടിച്ചിട്ടാണ് തോന്നുന്നത്. എണ്ണ അടിച്ചാൽ തോടാൻ കഴിയില്ല, അതിന്റെ കണക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട. പറയണ്ടേ? അതെ അതെ, ആൾക്കാർക്ക് കേൾക്കണ്ടേ? അല്ല, പിന്നെ നമ്മളെന്താ പറയുക, ഇത് ഓടും തോറും സ്മൂത്ത് ആവും. ഞാൻ പറയുമ്പോൾ ജനങ്ങൾക്ക് പറ്റൂല. ടയോട്ടന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ഓടിച്ച നമ്മൾ പ്രവാസികൾക്കൊക്കെ മെയിൻ ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ അറിയാം. സർവീസ് കാര്യങ്ങള് പീരിയോഡിക്കലി ഒക്കെ ചെയ്താൽ സ്മൂത്ത് ആവും. അതെ, അതാണ് അതിന്റെ സത്യം. ഇതിപ്പോ 18 പറഞ്ഞു. 18 വണ്ടി നമുക്ക് ആ G4 14 റുപ്യന്റെ വണ്ടിയാണ് സാധാരണ, നമുക്ക് 13,000 നമ്മൾ കൊടുക്കും. 13,000 കൊടുക്കും. ഇതിലെന്താരോ വണ്ടിന്റെ ഒരു സാഹചര്യം വെച്ച് ഇപ്പത്തെ സാഹചര്യത്തിൽ വണ്ടി കിട്ടാല്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നാട്ടിൽ ഗ്യാസ് ഇല്ല എന്നാണ് ഹോട്ടലുകാർ ചായക്കും ഭക്ഷണത്തിനും വില കൂട്ടി, നമുക്ക് ചെയ്യാൻ പറ്റൂലല്ലോ. നമ്മളത് പഠിച്ചിട്ടില്ല. അല്ല, അങ്ങനെയല്ല, ഇപ്പത്തെ സാഹചര്യം വണ്ടി കിട്ടാല്ല. പക്ഷെ അതല്ലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. ഈ യുദ്ധമൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് വണ്ടി എടുക്കാൻ പേടിയാണ്. ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ മിസ് ചെയ്യണ്ട. ഒരു വണ്ടി മിസ് ചെയ്യണ്ട. ഇത് നല്ല നമ്മളെന്താ പറയുക, നമുക്ക് നമ്മളെ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടിയാണ്, നോക്കിക്കോളൂ. ഇത് ഇനി വേറെ വണ്ടി ഉണ്ടോ നമ്മുടെ യാർഡിൽ? ക്രിസ്റ്റകൾ, ടയോട്ടന്റെ വണ്ടികൾ നമ്മളെടുത്ത്. ഇതിപ്പോ എന്താ പറയുക, വെള്ളപ്പം ചുടണമാതിരി ഒരു ദിവസം കൊണ്ട് ആവൂലല്ലോ. നമ്മളൊരു വണ്ടി വന്നാല് ശരിക്കും എന്താ പറയുക, ഭയങ്കര ഒരു സംഭവമാണ്. കാക്ക കൂട് കൂട്ടുന്ന ഒരു സിസ്റ്റം ആണിത്. കാക്ക കൂട് കൂട്ടുക പറഞ്ഞാൽ ഓരോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുനിന്ന് ഓരോ കൊള്ളി എടുത്തു കൊടുത്തിട്ട് കാക്ക കൂട് കൂട്ടുക. എന്നാൽ മാതിരി നമ്മൾ ഡൽഹിയിലോ ബോംബെയിലോ ഒക്കെ പോയി വണ്ടി പർച്ചേസ് ചെയ്ത് 15 ദിവസം ഇവിടെ വന്ന് കൊണ്ടുവന്ന് ഡെന്റിങ്, പെയിന്റിങ്, സർവീസിങ്, മറ്റത് മറിച്ചത്, പോളീഷിങ്, ഇന്റീരിയർ വാഷിംഗ്, എ ടു സെഡ്, ടയർ അലൈൻമെന്റ്, ഇതൊക്കെ പാടെ കഴിഞ്ഞ് ലേബർ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവുന്ന മിനിമം 1.5 മാസം ആവും. അപ്പൊ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ വണ്ടികൾ സ്റ്റോക്ക് വേണം, നല്ല പണി നടക്കുള്ളൂ. ഇറങ്ങുമ്പോഴത്തേക്ക് അടുത്ത് കയറൂലേ? അതെ അതെ അതെ, അത് വേണല്ലോ, അത് വേണം. അപ്പൊ എന്തായാലും ഇത് ലാസ്റ്റ് വണ്ടി ഏതാ മോഡല്? ഇത് 2016 മോഡല് G4 വണ്ടി. G4 ആണല്ലേ? ഓട്ടോമാറ്റിക് ടാക്സി പരിപാടിക്കൊക്കെ പറ്റൂട്ടോ. ഏത് വണ്ടി വേണമെങ്കിൽ നമുക്ക് ടാക്സി ആക്കുകയും ചെയ്യാം. അതൊക്കെ വരുന്ന ആവശ്യമില്ല, അവർക്ക് ടാക്സിയിലോടാ, പ്രൈവറ്റിലോടാ, അതൊക്കെ വരുന്ന ആളുകളുടെ. അതെ അതെ അതെ. ഇതിപ്പോ നമുക്ക് എന്ത് വിലയുണ്ട്? ഇത് നമ്മൾ 13,000 രൂപ ചോദിക്കും. പിന്നെ നമുക്ക് ന്യായമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പൊ എന്തായാലും 16 G4 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 14,000 രൂപ നമ്മൾ ചോദിക്കും, ന്യായമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. അല്ല, അങ്ങനെ അങ്ങനെയല്ല. ഇതൊക്കെ എന്താ പറയുക, വാക്കിൽ പേവ് നെല്ലിൽ പതിരും. ഇതൊക്കെ മനുഷ്യന് സ്വാഭാവികമാണ്. അല്ല, ഞാൻ എന്തായാലോ ഇപ്പൊ നമ്മളൊരു ഈ ഫ്ലോ വെച്ചിട്ട് നമ്മളിത് പറയുമ്പോ ഇതിങ്ങനെ നമ്മൾ കിതാബിൽ നോക്കി പറയുമ്പോ നമുക്ക് ഒരു റേഞ്ച് കിട്ടൂല. ഇത് നമ്മളെ മെമ്മറിയിൽ നിന്ന് എടുത്ത് പറയാണ്. ചെറിയ കുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോ ആരും തികഞ്ഞോലൊന്നുമില്ല. 1 ലക്ഷം രൂപയാണ് ഒരു വണ്ടി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ. അതെ 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 അതെ, അതൊക്കെ സ്വാഭാവികം. 1 ലക്ഷം രൂപ കുറച്ച് തന്നെയാണ് ആ വണ്ടി കൊടുത്തത്. അതെ അതെ, അത് നോക്കണ്ട. ചില സംഗതികൾ നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. അതാണ് അതിന്റെ സത്യം. അപ്പൊ ഒരുപാട് ക്രിസ്റ്റങ്ങൾ ഇപ്പൊ നമ്മൾ ഓൾറെഡി 10-40 ക്രിസ്റ്റങ്ങൾക്ക് കാണിച്ചു തന്നു. ഇന്നോവകൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നുണ്ട്. ഫോർച്യൂണർ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ വണ്ടികളും ടയോട്ടന്റെ വണ്ടികളും വണ്ടികൾക്ക് എന്ത് ചെയ്യാം, നമ്മളെടുത്ത് ഇങ്ങോട്ട് വരാം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കല്ലായിപ്പാലം പൊന്നാക്കി കൊടുക്കാന്നൊന്നും നമ്മൾ പറയൂല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അത്രേ ഉള്ളൂ. നല്ലൊരു വണ്ടി വേണമെങ്കിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല, ഒരുപാട് തന്നെ കാര്യങ്ങൾ. നല്ലൊരു വണ്ടി വേണമെങ്കിൽ നേരെ വരിക, മലപ്പുറത്ത് മോങ്ങത്ത് നൂർ മോട്ടോഴ്സ്. അതിനിപ്പോ എന്താ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ആ ഗൂഗിളിൽ അടിച്ചാണ്ട് ഡാഷ്ബോർഡ് മൊബൈൽ വെച്ചാൽ ഇവിടെ എത്തുമ്പോഴേ വണ്ടി നിൽക്കുള്ളൂ. അതെ, ഇവിടെ വരുമ്പോൾ നമ്മളെ കറക്റ്റ് ലൊക്കേഷനിൽ നൂർ മോട്ടോഴ്സ് അടിച്ച വണ്ടി ഇവിടെ എത്തുമ്പോൾ 4 നമ്പർ വെച്ചിട്ടുണ്ട്. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക, നേരെ കോൺടാക്ട് ചെയ്യുക, മാക്സിമം വന്ന് നോക്കുക. അപ്പൊ ഈ എപ്പിസോഡ് വൈൻഡപ്പാണ്. അടുത്തൊരു ഇന്നോവന്റെ എപ്പിസോഡ് അതായിട്ട് കാണാം. കഴിഞ്ഞ വീഡിയോ കാണാൻ മറക്കണ്ട. ഫോർച്യൂണർ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ